തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാല അധ്യാപകനിൽ നിന്ന് ജാതിപരമായ വിവേചനവും അവഗണനയും നേരിട്ടു എന്ന് വിദ്യാർത്ഥിനി. യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റിൽ ഗൈഡായ ഡോക്ടർ അരുൺ സാബുവിനെതിരെയാണ് പരിസ്ഥിതി പഠന വിഭാഗത്തിലെ ഗവേഷകയായ വിദ്യാർത്ഥിനിയുടെ ആരോപണം. ഞാൻ വന്ന സമയം മുതൽ എനിക്ക് ഇതുവരെയായിട്ടും ഒരിക്കൽ പോലും ലാബ് തന്നിട്ടില്ല. ഞാൻ ആകെ ലാബ് കയറിയത് ലാബ് ക്ലീൻ ചെയ്യാനാണ്. അക്കാദമിക്കായിട്ട് യാതൊരു കാര്യങ്ങളും എനിക്ക് അവിടെ ചെയ്യാനുള്ള സൗകര്യങ്ങൾ തന്നിട്ടില്ല, ചെയ്യാൻ അനുവദിച്ചിട്ടില്ല. പുറത്തുനിന്ന് ഒരു അധ്യാപകൻ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം റിട്ടയറായി JNUവിൽ പഠിച്ചിറങ്ങിയിട്ട് സലീം അലി സെൻറ്റർ ഫോർ ഓർണിത്തോളജി അങ്ങനെ ഒരു സ്ഥലത്തു നിന്ന് വന്ന ഒരു അധ്യാപകനായിരുന്നു. എൻ്റെ ഗവേഷണ ഐഡിയ അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമായി. എനിക്കിപ്പോൾ വേണ്ട സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചെയ്തു തരാനും ഗവേഷണത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും ഡോക്ടർ അരുൺ ബാബുവിനോട് പറയാമെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം പോയി. പക്ഷേ ആ ഗവേഷണം നിന്നെക്കൊണ്ട് ചെയ്യിക്കില്ല, പുറത്തുനിന്ന് വരുന്നവർക്ക് അങ്ങനെ പലതും പറയാം, ഇത് നീ എന്തായാലും ഇവിടെ ചെയ്യില്ലെന്ന് പറഞ്ഞു. അതിനുള്ള സൗകര്യങ്ങളില്ലെന്ന് പറഞ്ഞാലും പുറത്തൊരു ലാബ് എനിക്ക് അനുവദിക്കാവുന്നേ ഉള്ളൂ. അതിനുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. മാത്രമല്ല എല്ലാ കുട്ടികളുടെ മുമ്പിൽ വെച്ച് ജാതി ചോദിക്കുക. ഒരിക്കൽ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, നിന്നെയൊക്കെ PhD ചെയ്യിച്ചോളാം എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് വന്നൊന്നും അല്ലല്ലോ. ഇവിടെ നിന്ന് PhD ചെയ്യണമെങ്കിൽ ഞാൻ പറയുന്ന ചില കാര്യങ്ങളൊക്കെ അനുസരിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ഓഡിറ്റ് കൊടുക്കുന്ന സമയത്ത് എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ KCST നിന്ന് വാങ്ങിയ ഫെലോഷിപ്പും തിരിച്ചടക്കേണ്ടി വരും, പിന്നെ എന്തോ നഷ്ടപരിഹാരവും ഞാൻ എക്സ്ട്രാ അടയ്ക്കേണ്ടി വരും. അങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അത് വേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കേണ്ടി വരും. ഇങ്ങനെയുള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചു. യൂണിവേഴ്സിറ്റി രജിസ്ട്രാർക്ക്, VCക്ക്, അന്നത്തെ മുഖ്യമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി, പട്ടികജാതി വികസന വകുപ്പ് മന്ത്രി, എല്ലാവർക്കും കൊടുക്കാവുന്ന എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. KCSTക്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും പരാതി കൊടുത്തിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. ശ്യാംപ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായുണ്ട്. ശ്യാംപ്രസാദ്, വലിയ ബുദ്ധിമുട്ടുകൾ ഈ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നു എന്ന് വളരെ പരസ്യമായി വെളിപ്പെടുത്തുകയാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നിരവധി പരാതികളും പല ഉന്നതങ്ങളിലും നൽകിയിട്ടുമുണ്ട്. പക്ഷേ യാതൊരു നടപടികളും ഇതുവരെ ആയില്ല എന്നതാണോ വിദ്യാർത്ഥിനി പറയുന്നത്? ഈ അധ്യാപകരുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളും എന്തൊക്കെയാണ്? മോത്തി, കഴിഞ്ഞ 29/3/2024 തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിൽ ഈ പെൺകുട്ടി പരിസ്ഥിതി പഠന സ്കൂൾ ഗവേഷക വിദ്യാർത്ഥിയായിട്ട് ജോയിൻ ചെയ്യുന്നത്. അതിനുശേഷമാണ് ഈ ദുരനുഭവങ്ങളും മറ്റും ഉണ്ടാകുന്നതും. അതും ഡിപ്പാർട്ട്മെൻറ്റിലെ തൻ്റെ ഗൈഡായിട്ടുള്ള ഡോക്ടർ അരുൺ ബാബുവിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഈ വിവേചനപരമായ ഇടപെടലുകളും മറ്റും ഉണ്ടാകുന്നതെന്നാണ് ഈ പെൺകുട്ടി പ്രധാനമായിട്ടും പറയുന്നത്. ഈ പെൺകുട്ടിക്ക് ആവശ്യമായ രീതിയിലുള്ള ലാബ് സൗകര്യങ്ങളും തന്നെ ചെയ്തു കൊടുക്കാതിരിക്കുക, അവിടെ ഉണ്ടാകുന്ന പഠന സമയങ്ങളിൽ കൂടുതലും ഇത്തരത്തിൽ അവിടുത്തെ പല കാര്യങ്ങളും ചെയ്യിപ്പിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് പെൺകുട്ടി വെളിപ്പെടുത്തുന്നത്. അതിൽ അവിടുത്തെ പൊടി തുടക്കുക, ബുക്കുകൾ എടുത്തു വെക്കുക എന്നിങ്ങനെയുള്ള പല, അതായത് അക്കാദമിക് അല്ലാത്ത രീതിയിലുള്ള പല ജോലികളും ഇദ്ദേഹത്തിൻ്റെ കീഴിൽ നിന്ന് ചെയ്യേണ്ടി വരുന്നതായിട്ടുണ്ടാകുന്നു. അങ്ങനെ പല രീതിയിൽ മാനസികമായിട്ടും മറ്റുമൊക്കെ പീഡിപ്പിക്കുന്നു, ജാതി പറഞ്ഞ് പീഡിപ്പിക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള ടോർച്ചറിങ്ങുകളാണ് ഈ അരുൺ ബാബു എന്ന് പറയുന്ന ഈ അധ്യാപകരിൽ നിന്ന്, ഗവേഷക അധ്യാപകരിൽ നിന്ന് ഉണ്ടായത് എന്നതാണ് ഈ പെൺകുട്ടി വ്യക്തമാക്കുന്നത്. ഇത് സംബന്ധിച്ച് പലയിടത്തും പരാതി കൊടുത്തുവെങ്കിലും ഒരു നടപടികളും ഉണ്ടായിട്ടില്ല എന്നാണ്. ഇക്കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശനും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇന്നൊരു കത്ത് വന്നിട്ടുണ്ട്. രജിസ്ട്രാർക്ക് ഇത് സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുവാൻ പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യമാണ്. എന്നാൽ അതിലും ഈ പെൺകുട്ടിക്ക് വിശ്വാസമില്ല. കാരണം രജിസ്ട്രാർ ഉൾപ്പെടെ നേരത്തെ പരാതി നൽകിയിട്ടും ഒരു തരത്തിലുള്ള നടപടിയും എടുക്കാത്ത ആ രജിസ്ട്രാറെയാണ് ഇത് സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ തനിക്ക് നീതി ലഭ്യമാകുകയില്ല എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. പല ഘട്ടങ്ങളിൽ കൂടി വന്നപ്പോൾ ഒരുപക്ഷെ സൂയിസൈഡ് ടെൻഡൻസി പോലും ഉണ്ടായതായും ഈ പെൺകുട്ടി വ്യക്തമാക്കുന്നുണ്ട്. പലയിടത്ത് പരാതി നൽകിയിട്ടും തനിക്ക് അക്കാദമികപരമായിട്ട് പഠിക്കുവാൻ ഒരവസരവും തരുന്നില്ല എന്നതാണ് പറയുന്നത്. പുറത്തു നിന്ന് പലതരത്തിലുള്ള ഗൈഡുകളും മറ്റും വരുമ്പോൾ സമർപ്പിക്കുന്ന വലിയ ബുദ്ധിമുട്ടുകളാണ് സർവകലാശാലയിൽ നിന്നും നേരിടേണ്ടി വരുന്നത് എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്.